ചാലിശ്ശേരി പെരുമണ്ണൂർ പുതിയയിടത്ത് പൂരത്തിനോടനുബന്ധിച്ച് നടന്ന സംഘർഷത്തിൽ 5 പേർക്ക് പരിക്ക്. ആക്രമണം നടത്തിയ 12-അംഗ സംഘം ചാലിശ്ശേരി പോലീസിന്റെ പിടിയിൽ. പെരുമണ്ണൂർ സ്വദേശികളായ മണികണ്ഠൻ, ബാലസുബ്രഹ്മണ്യൻ, ഫ്ലമിംഗ്, അഭിജിത്ത്, അഖിൽ, വിനോദ്, അജീഷ്, ഗിരീഷ്, ജഗന്നാഥ്, ശ്രീനിവാസൻ, ജിനേഷ്, മോഹൻദാസ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ആക്രമണത്തിന് ശേഷം മൂക്കുതല പ്രദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ അതിവിദഗ്ധമായാണ് ചാലിശ്ശേരി പോലീസ് പിടികൂടുന്നത്. ഞായറാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു പെരുമണ്ണൂർ കൈപ്രുക്കുന്ന് പ്രദേശത്ത് 15ഓളം വരുന്ന സംഘം ആക്രമണം നടത്തിയത്. ചാലിശ്ശേരി പെരുമണ്ണൂർ പുതിയടത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് വഴിയിൽ പിക്കപ്പ് വാൻ നിർത്തിയിട്ടതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് അർദ്ധരാത്രിയിൽ നടന്ന ആക്രമണത്തിലേക്ക് വഴിവെച്ചത്. വലിയവളപ്പിൽ മുസ്തഫ, വാഗിപ്പാടത്ത് സുബൈർ, കരുമത്തിൽ സൂരജ്, വാഗിപ്പാടത്ത് മുസ്തഫ, വലിയവളപ്പിൽ അബൂബക്കർ എന്നിവർക്കാണ് മാരകായുധങ്ങളുമായി എത്തിയ പ്രതികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. രാത്രി ഞങ്ങള് പുറത്തായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു സംഘം കൂട്ടം വന്നിട്ട് ഇവിടെ ചെക്കന്മാരെ തല്ലുണ്ട് പറഞ്ഞിട്ട് വിളിച്ച്. അങ്ങനെയാണ് ഞങ്ങൾ ഓടിയെത്തുന്നത്. ഞങ്ങളൊരു 4-5 ആൾക്കാരുള്ളൂ. അവർ ഏകദേശം ഒരു 10-20 പേരുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ അടി നടന്നത്. അങ്ങനെയാണ് 1-2 ആളെ തല പൊളിയും കൂടിയും എൻ്റെ ഇതുപോലെ കാലിൻ്റെ ലിഗമെന്റ് തെറ്റി. അതുപോലെ മൊത്തത്തിൽ ഡോക്ടർ പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്നാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഡ്രൈവറാണ്, ബസ് ഡ്രൈവറാണ്. അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്. അവൻ്റെ വീട്ടിൽ നിന്ന് സൗണ്ട് കേട്ടിട്ടാണ് അവൻ പുറത്തേക്ക് വരുമ്പോഴാണ് അവൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് അവനെ വിളിച്ചടിച്ചുള്ളത്. അവൻ്റെ തലക്ക് കുത്തിക്കുന്ന എന്തോ ഒരു ആയുധങ്ങൾ വെച്ചിട്ട്, അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ അടിച്ചിട്ടുള്ളത്. 2 ആളെ തല പൊട്ടിയിട്ടുണ്ട്, സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് വന്നിട്ടുള്ളത് അവർ. അതുപോലെ അവൻ്റെ പെണ്ണ് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ പെണ്ണിനെ തള്ളിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലേഡീസുകളിലും ഉപദ്രവിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെ എല്ലാവരും ഈ സൗണ്ട് കേട്ട് പുറത്തുനിന്ന് എല്ലാ ലേഡീസിനും അവർ തള്ളുകയൊക്കെ ചെയ്തിരിക്കണം. ബഹളം കേട്ടെത്തിയ സുബൈറിന്റെ ഉപ്പ മുസ്തഫയ്ക്ക് കാലിന് ആയുധം കൊണ്ടുള്ള അടിയേറ്റെങ്കിലും പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോണിനാണ് അടിയേറ്റത്. ഇതിനാൽ തുടയല് തകരാതെ മുസ്തഫ രക്ഷപ്പെടുകയായിരുന്നു. മുസ്തഫയുടെ ഫോൺ പൂർണ്ണമായും തകർന്നു. വലിയവളപ്പിൽ മുസ്തഫയുടെ പിതാവ് അബൂബക്കറിനും ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. മർദ്ദനമേറ്റ സുബൈറിന്റെ കാൽമുട്ടിന് ഗുരുതര പരിക്കാണ് ഏറ്റത്. കാൽമുട്ട് ലിഗ്മെന്റിന് ഗുരുതര പരിക്കേറ്റ സുബൈറിന് നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ്. ഇയാൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. 2 പേർക്ക് തലയ്ക്ക് ആഴത്തിൽ മുറിവുകളും ഏറ്റിട്ടുണ്ട്. പ്രതികളെ ചാലിശ്ശേരി പോലീസ് പിടികൂടി റിമാൻഡിൽ വിട്ടു. ഇങ്ങനെ പെരുമണ്ണൂർ കൈപ്രകുന്നത്ത് മലയാള കമ്മിറ്റി വന്നിട്ട് അടി നടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ വരുമ്പോഴാണ് ഇവർ എന്നെ മർദ്ദിച്ചത്. എൻ്റെ ഫോണ് എൻ്റെ പോക്കറ്റിലുള്ള കാരണം, ട്രൗസറിൻ്റെ പോക്കറ്റിലാണ് എൻ്റെ ഫോണ്. അത് കാരണം എൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടാനുണ്ട്, എൻ്റെ ഫോൺ തകർന്നു. അപ്പോൾ ഇത്രയും കൂടുതൽ ഒരു വളരെ ഭീകര ആക്രമണമാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. മാരകായുധങ്ങളൊക്കെ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തുള്ളവരെ ഇരുന്ന് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അവരെല്ലാവരും എല്ലാ കാര്യത്തിനും അവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആന്റിക്സ് ആൻഡ് ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു. ആഭരണ പ്രേമികളുടെ മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം. ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ, കുർത്തീസ്, കോട്ട് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു.